കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടൻ നിർത്തണമേ. നല്ലവരത്തു വലംഭാവേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ വദനായുസ്സും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയെന്നെ സുതരാമകരെ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. എന്നോട് നാഥാനി തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, പാവനനാഥാ, നിൻ പ്രാർത്ഥനകൾ മൂലം ദൈവത്തിൻ കരുണ ഞങ്ങളിലുണ്ടാകാൻ നരകുലരക്ഷകനാം മിശിഹാനാഥനോടായി പ്രാർത്ഥിച്ചിടണമേ. വന്യപിതാവേ, പ്രാർത്ഥനകൾ മൂലം ദൈവത്തിൻ കരുണ ഞങ്ങളിലുണ്ടാകാൻ പ്രാർത്ഥിച്ചിടണമേ. വന്യപിതാവേ, എന്നെ സ്നേഹിച്ച മക്കളെ നിങ്ങൾക്കായി ദൈവപിതാവേയും നിത്യവും ആശ്വാസം. പുത്രൻ തന്നുടെ ആശീർവാദത്താൽ പ്രത്യാശയുമുണ്ട നിങ്ങൾക്കൻ സുതരേ. പ്രാർത്ഥനകൾ മൂലം ദൈവത്തിൻ കരുണ ഞങ്ങളിലുണ്ടാകാൻ പ്രാർത്ഥിച്ചിടണമേ. വന്യപിതാവേ, സകലരും ഈ വാതിൽ തന്നെ കടക്കേണം. എൻ പ്രിയരേ, നിങ്ങൾ എന്നെ കാണുകയും എൻ ബലഹീന
മക്കളെ വിലപിച്ചിടേണ്ട, കണ്ണീർ ചൊരിയേണ്ട, സകലരും ഈ വാതിൽ തന്നെ കടക്കേണം. പ്രാർത്ഥനകൾ മൂലം ദൈവത്തിൻ കരുണ ഞങ്ങളിൽ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചിടണമേ വന്യപിതാവേ. Out of the depths I cry to you, O Lord, you praise the depths alive. We revere your holy name. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെ ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷിക്കപ്പെടാതെ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ എന്റെ വാഗ്ദാനത്തിലാകുന്നു. വലിയവൻ കാത്തിരിക്കുന്ന ആൾക്കാരെപ്പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. വലിയവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. You who raised the dead to life, we praise your holy name. Let us pray, peace be with us. സജീവവും ജീവനായകവുമായ ശബ്ദത്താൽ ആസന്നയേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിങ്ങളുടെ പരിശുദ്ധ പിതാവിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ദൈവത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കർത്താവേ, മനുഷ്യരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രവേശിച്ചവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കുരിശുമരണ വഴിയായി നിത്യമരണത്തിൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാന വഴിയായി നിത്യജീവൻ ഞങ്ങളെ അർഹരാക്കുമെന്ന് വിശ്വസിക്കുകയെ ഞങ്ങൾ പിരിഞ്ഞുപോയ മാർപ്പാപ്പായുടെ ഓർമ്മയായ ഈ ദിവസത്തിൽ പാപികളായ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതകാലം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് ഇദ്ദേഹത്തെ വിശുദ്ധീകരിക്കുകയും സ്വർഗരാജ്യത്തിലെ തിരുമുഖം ദർശിക്കുവാൻ അനുഗ്രഹം നൽകുകയും ചെയ്യണമേ. ഈ തിരുക്കർമ്മങ്ങൾ സംബന്ധിച്ച് എല്ലാവരെയും ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുഞ്ഞുമരത്തിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. കുഞ്ഞുമരത്തിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ.
His Holiness passed away peacefully in Vatican City at the age of 88. As the 266th Bishop of Rome and the first Pope from Latin America, Pope Francis redefined what it means to lead the Roman Catholic Church in the 21st century. His papacy, beginning in 2013, was marked by humility, courage, and unwavering devotion to the gospel values of mercy, justice, and love. From the moment he stepped onto the balcony of St. Peter's Basilica and humbly asked the world to pray for him, Pope Francis captured hearts with his deeply human and approachable nature. Rejecting many of the traditional trappings of papal life, he chose instead to live in the modest Vatican guest house and frequently walked among the people, touching their lives with simple gestures of kindness, often more powerful than sermons. He was a spiritual leader who is listened before he spoke. He preferred dialogue over division and who extended compassion to all, especially those marginalized by society. Whether washing the feet of prisoners, advocating for migrants and refugees, or confronting the global climate crisis, he helped by example. His qualities of empathy, humility, intellectual depth, and moral courage shaped a pontificate that supported believers and non-believers alike. A strong advocate for peace and reconciliation, Pope Francis made historic visit to conflict zones and sought to heal long-standing divides between religious, cultures, and ideologies. His commitment to interfaith dialogue and ecumenism was sincere and bold, earning him the respect of leaders around the world. Even in the face of criticism, he remained steady in his vision for a church that is inclusive, servant-hearted, and rooted in the radical message of the gospel. He opened doors for conversion around one's taboo topics, challenged systemic injustice within and beyond the church, and reminded the world that faith must always be lived out in action. More than a pope, Pope Francis was a pastor, a prophet, and a servant. His death marks the end of a profound chapter in the life of the church, but his words, example, and spirit will continue to guide generations to come. He is known by millions around the world and honored for his legacy of mercy, unity, and boundless compassion. Parents, brothers and sisters, today we gather with heavy hearts to remember and honor the life of a humble servant of God, Pope Francis. He rose from simple beginnings to become the 266th Pope of the Catholic Church. Throughout his papacy, he touched millions with his deep compassion, his call for mercy, and his dream of a world where no one is forgotten. Pope Francis was a bridge builder between nations, between faith, between the rich and the poor, the powerful and the powerless. His voice was a voice for peace, for the earth and for the brokenhearted. He showed us that the church is not a distant throne of power, but a hope for all who seek God's mercy. Now, our beloved Holy Father has been called home to the Lord he served so faithfully. We grieve his loss, but we also give thanks for the example he set, the hope he gave, and the love he shared. His spirit remains with us, and every act of kindness, every prayer
you have left behind. Brothers and sisters of St. Jude, today we are gathered together in deep sorrow to mourn the passing of His Holiness Pope Francis, a shepherd of compassion, humility, and unwavering faith. Pope Francis was more than a leader of the Catholic Church. He was a beacon of hope for millions across the world. In his gentle words and tireless actions, he taught us the true meaning of mercy, kindness, and service to the most vulnerable among us. Through his life, he broke barriers, built bridges, and reminded us that above all, love must guide our life. His humility touched believers and non-believers alike, showing the power of a life dedicated to Jesus. His loss is not only felt by the Church, but by all of humanity. Today, we honor his memory by carrying forward his message to welcome the stranger, to care for the poor, to protect the earth, and to seek peace wherever there is division. All of us at St. Jude truly wish I rest in peace in heaven with Jesus forever. Respected Sanjay, dear friends in Christ, Pope Francis is widely recognized as a leader who truly connected with the people, a shepherd who knew his sheep. Central to his mission was the belief that the church is a welcoming home for all, with its doors perpetually open. He fostered direct relationships with individuals and communities, always eager to be close to everyone, especially those facing hardships. He devoted himself wholeheartedly to those in need. Throughout his papacy, Pope Francis consistently placed the gospel of mercy at the forefront, reiterating that God never tires of forgiving us, regardless of the circumstances surrounding those seeking forgiveness and a chance to change their lives. He inaugurated the extraordinary Jubilee of Mercy to underscore that mercy is the heart of the gospel. For Pope Francis, mercy and the joy of the gospel are fundamental themes. His enduring legacy of simplicity stands just opposite to many of his predecessors. He opted not to reside in the grand papal apartments and often chose to share meals with the regular individuals. By stepping away from luxuriousness, he demonstrated his commitment to a life of humility and solidarity with the everyday people. Pope Francis' model of humble living has redefined the expectations of leading the church. His commitment to the marginalized is unshakable, yet he insists on principles that upholds human dignity. His countless gestures and calls to action on behalf of refugees and displaced individuals reflects his unwavering dedication to the poor. Build bridges, not walls, became a refrain throughout his papacy, with his faith as a successor of the Apostle Peter, always intertwined with a commitment to humanity across all its dimensions. As we offer our prayers, we now entrust the soul of our beloved Pontiff to God, praying that he may receive eternal joy in the radiant embrace of his boundless love. ദിവസവും ശത്രുത മറന്ന് മിത്രങ്ങളായതിൻ്റെ വായന കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്. ഈ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ദേഹം അടക്കം ചെയ്യുന്നതിന് മുമ്പ് മിത്രങ്ങളായത് 2 പേര്
ശത്രുക്കളായ 2 പേര് മിത്രങ്ങളായതിൻ്റെ നേർസാക്ഷ്യമാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആ 2 സിമ്പിൾ കസ്തൂരികളുകൊണ്ട് 2 രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ പരസ്പരം കൈകോർത്ത് രമ്യപ്പെട്ടപ്പോൾ സംഭവിച്ചത്. അതാണ് ഞാൻ തുടക്കത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞത്. നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും വൈരം മറന്ന് ശത്രുത മറന്ന് ജീവിച്ചു എന്നുള്ളത് പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ജീവിതാഭിലാഷവും തന്നെയായിരുന്നു. യുദ്ധമല്ല സമാധാനമാണ് വേണ്ടതെന്ന്, വൈരാഗ്യമല്ല സ്നേഹമാണ് വേണ്ടതെന്ന്, തകർച്ചയല്ല ഒരുമയാണ് വേണ്ടത് പഠിപ്പിച്ച പരിശുദ്ധപിതാവിനെ ഓർമ്മിക്കുമെങ്കിൽ ശിരസ് നമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. നമുക്ക് എഴുന്നേൽക്കാം.